ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പനി കാരണം എൻ്റെ സൗണ്ട് ഒന്ന് പോയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണേ. നമുക്കിന്ന് കമ്പപ്പൊടി കൊണ്ട് എങ്ങനെ പുട്ട് സോഫ്റ്റായി ഉണ്ടാക്കാം എന്ന് നോക്കാം. ചെമ്പട്ടി എടുത്ത് 2 കപ്പ് കമ്പപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. ഇതിന് വെള്ളം അത്യാവശ്യമാണ്. സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചെറിയ ജാറെടുത്ത് അരമുറി തേങ്ങ, 1 പിടി ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇത് നനച്ച് വെച്ച കമ്പപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലോണം മിക്സ് ആക്കണം. വെള്ളത്തിൻ്റെ നനവ് കുറവാണെങ്കിൽ ചൂടുള്ള വെള്ളം പിന്നെയും ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. പിന്നെ 1 മുറി തേങ്ങ വേറെ ചിരകിയത് മാറ്റിവെക്കാം. പുട്ടും കുടുക്കയിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് തിളപ്പിക്കാൻ വെക്കണം. അപ്പോഴേക്കും പുട്ടും കുറ്റിയിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 2 പിടി കമ്പപ്പൊടി നനച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ നനച്ച കമ്പപ്പൊടി അതിനു മുകളിൽ ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിൽ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ആവി പോകുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ കുറ്റിയിൽ നിന്നും പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി ചായ കൂട്ടി കഴിക്കാൻ കമ്പപ്പുട്ട് ഇതാ ഇവിടെ റെഡിയായി. ഇതുപോലെയുള്ള റെസിപ്പിക്ക് ആൻറ്റീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമലൈക്കും.